എവ്രിവൺ. ത്രെഡിങ്ങും ട്വീസിങ്ങും ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന ഈ സെക്ഷനിലേക്ക് സ്വാഗതം. അമിതമായ മുഖരോമങ്ങൾ പ്രായഭേദമന്യേ പലർക്കും വിഷമമുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ മുഖത്തെ രോമങ്ങൾ ത്രെഡ് ചെയ്തോ ട്വീസ് ചെയ്തോ നീക്കം ചെയ്യുന്നു. ഇതവർക്ക് ആത്മവിശ്വാസവും പോസിറ്റീവ് ആത്മാഭിമാനവും നൽകുന്നു. ത്രെഡിങ്ങും ട്വീസിങ്ങും രോമം നീക്കം ചെയ്യാനായി കാലങ്ങളായി പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്ന ഒട്ടും ദോഷകരമല്ലാത്തതും ഏറ്റവും ജനപ്രിയവുമായ രീതികളാണ്. ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പുരികങ്ങളോ മേൽചുണ്ടോ അല്ലെങ്കിൽ മുഴുവൻ മുഖരോമങ്ങളോ നീക്കം ചെയ്ത് മുഖം മിനുസമുള്ളതും സുന്ദരവുമായി കാണാൻ ആഗ്രഹിക്കുന്ന ക്ലയന്റുകൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ക്ലയന്റുകളുടെ സുരക്ഷിതത്വവും സൗകര്യവും ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഫലപ്രദമായി രോമങ്ങൾ നീക്കം ചെയ്തു കൊടുക്കാം. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാനാകും. ത്രെഡിങ്ങിനും ട്വീസിങ്ങിനും വേണ്ടി ക്ലയന്റിനെ ഒരുക്കുക. ത്രെഡിങ്ങിനും ട്വീസിങ്ങിനും ആവശ്യമായ മെറ്റീരിയലുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഐബ്രോ ത്രെഡിംഗ് നടത്തുക. ഒപ്പം ഐബ്രോ ട്വീസിംഗ് നടത്തുക. ത്രെഡിങ്ങിനും ട്വീസിങ്ങിനും ആവശ്യമായ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ത്രെഡ് നമ്പർ 40, ടാൽക്കം പൗഡർ, ഒരു ചില്ലുപാത്രത്തിൽ കോട്ടൺ അഥവാ പഞ്ഞി, ഐബ്രോ ബ്രഷ്, പുരികത്തിനുള്ള ചെറിയ കത്രിക, കയ്യിൽ പിടിക്കാവുന്ന കണ്ണാടി, ഐബ്രോ പെൻസിൽ, സൂത്തിങ് ലോഷൻ, ഹെഡ് ബാൻഡ്, ടവൽ, ട്വീസർ, ഹാൻഡ് സാനിറ്റൈസർ, മാസ്ക്, ഐസ് പാത്രം, ടിഷ്യൂ ബോക്സ്, ട്രോളി അല്ലെങ്കിൽ ട്രേ. കത്രിക, ട്വീസറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അവ സ്റ്റെറിലൈസേഷൻ മെഷീൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. പാത്രം, ടവൽ, ഹെയർ ബാൻഡ് എന്നിവ കഴുകുമ്പോൾ ആന്റിസെപ്റ്റിക് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. കോട്ടൺ മേക്കപ്പ് പാടുകൾ ഒരു പാത്രത്തിൽ വയ്ക്കണം. ഓരോ ക്ലയന്റിനും പുതിയ കോട്ടൺ പാടുകൾ ഉപയോഗിക്കണം. ഐസ് ക്യൂബുകൾ പുതിയതും വൃത്തിയുള്ളതുമായിരിക്കണം. ക്ലയന്റിനും ബ്യൂട്ടീഷ്യനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകൾ പകരുന്നത് തടയാൻ ഉയർന്ന ശുചിത്വ നിലവാരം പുലർത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ സുഖസൗകര്യത്തിന് മുൻഗണന നൽകുക. ഇത് പരമപ്രധാനമാണ്. ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ത്രെഡിങ്ങിന്റെ നടപടിക്രമം വളരെ ലളിതമാണ്. എന്നാൽ അത് ശരിയായി ചെയ്തില്ലെങ്കിൽ ക്ലയന്റിന് വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുകയും ചെയ്യാം. നിങ്ങളുടെ ക്ലയന്റ് ത്രെഡിങ്ങിന് തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രക്രിയകൾ വിശദീകരിക്കുക. ആദ്യമായി ത്രെഡിംഗ് ചെയ്യുന്ന ക്ലയന്റുകൾക്ക് ത്രെഡിംഗ് എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും വിശദീകരിച്ചുകൊണ്ട് ആരംഭിക്കുക. രോമം വേരോടെ പിഴുതെടുത്ത് നീക്കം ചെയ്യാൻ ഒരു ത്രെഡ് ഉപയോഗിക്കുമെന്നും ഇത് ചെറിയ അസ്വസ്ഥതയുണ്ടാക്കുമെന്നും അവരെ അറിയിക്കുക. ക്ലയന്റിന്റെ ചർമ്മത്തിന്റെ സ്വഭാവം വിലയിരുത്തുക. ത്രെഡിങ്ങിന് മുമ്പ് ക്ലയന്റിന്റെ ചർമ്മം നല്ല അവസ്ഥയിലാണെന്നും കണ്ണിന് ചുറ്റും ഇനി പറയുന്നത് പോലുള്ള അടയാളങ്ങളൊന്നും ഇല്ലെന്നും ഉറപ്പുവരുത്തുക. ചെറുതോ വലുതോ ആയ തുറന്ന മുറിവുകൾ, കണ്ണിന് പ്രശ്നങ്ങൾ, വീക്കം ഇവയിലേതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇപ്പോൾ ത്രെഡിംഗ് ചെയ്യുന്നത് അഭികാമ്യമല്ലെന്ന് അവരെ സൗമ്യമായി അറിയിക്കുക. ഇത് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. പ്രശ്നങ്ങൾ ഭേദമായിട്ട് വീണ്ടും വരാൻ അവരോട് അഭ്യർത്ഥിക്കുക. അത് സാരമില്ല, ചെയ്തോളൂ എന്ന് ക്ലയന്റ് പറഞ്ഞാലും തുടരരുത്. റെക്കോർഡ് കാർഡിൽ ക്ലയന്റിന്റെ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി, വെളിച്ചമുള്ള സ്ഥലത്ത് ചാരിയിരിക്കാവുന്ന ഒരു കസേരയിൽ ക്ലയന്റിനെ സുഖമായി ഇരുത്തുക. ആവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു ട്രേയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ക്ലയന്റുമായി സംസാരിക്കുക. പുരികങ്ങളുടെ ആകൃതിയെക്കുറിച്ചുള്ള ക്ലയന്റിന്റെ ആഗ്രഹം നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്യാം. ത്രെഡിംഗ് ചെയ്യാൻ 5 ചുവടുകളാണുള്ളത്. സ്റ്റെപ്പ് 1, രോമം നീക്കം ചെയ്യേണ്ട ഭാഗം ഒരുക്കുക. സ്റ്റെപ്പ് 2, ത്രെഡ് തയ്യാറാക്കുക. സ്റ്റെപ്പ് 3, അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള വിധത്തിൽ ത്രെഡ് വളച്ചു പിടിക്കുക. സ്റ്റെപ്പ് 4, ഇടം തെറ്റി വളരുന്ന രോമം നീക്കം ചെയ്യാൻ ട്വീസറുകൾ ഉപയോഗിക്കുക.
സ്റ്റെപ്പ് 5 സൂത്തിങ് ലോഷൻ പുരട്ടുക. ഇനി നമുക്ക് ഓരോ ചുവടുകളും വിശദമായി നോക്കാം. സ്റ്റെപ്പ് 1 രോമം നീക്കം ചെയ്യാനുള്ള ഭാഗം ഒരുക്കുക. ആദ്യം എണ്ണമയം നീക്കം ചെയ്യാൻ ചർമ്മത്തിൽ ടാൽക്കം പൗഡർ പ്രയോഗിക്കുക. പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല ശീലം, ആവശ്യത്തിലധികം ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പുരികങ്ങളുടെ ശരിയായ ആകൃതിയും വലിപ്പവും അളന്ന് നിശ്ചയിക്കുക. സ്റ്റെപ്പ് 2 ത്രെഡ് തയ്യാറാക്കുക. ഏകദേശം 2 അടി നീളവും 0.3 മുതൽ 0.5 മില്ലിമീറ്റർ വീതിയുമുള്ള കോട്ടൺ ത്രെഡ് എടുക്കുക. മുന്നറിയിപ്പ്: മറ്റൊരു ക്ലയന്റിന് ഉപയോഗിച്ച ത്രെഡുകൾ വീണ്ടും ഉപയോഗിക്കരുത്. ഇത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കൈയുടെ നീളത്തിൽ ചരട് പൊട്ടിച്ച് ഒരറ്റം വലത് കൈയിലും മറ്റേ അറ്റം പല്ലുകൾക്കിടയിലും പിടിക്കുക. നിങ്ങളുടെ കൈക്ക് ചുറ്റും ത്രെഡ് ചുറ്റുക. ഇവിടെ കാണിക്കുന്നത് പോലെ ലൂപ്പിന്റെ അറ്റം ഏകദേശം 10 തവണ തിരിക്കുക. ലൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിക്കുക. ലൂപ്പിന്റെ മധ്യഭാഗത്തേക്ക് ട്വിസ്റ്റ് കൊണ്ടുവരിക. അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യുമ്പോൾ സ്വതന്ത്രമായ ചലനത്തിനാവശ്യമുള്ള നീളത്തിൽ ത്രെഡ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3 അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാൻ ത്രെഡ് തിരിക്കുക. ത്രെഡിംഗ് ആരംഭിക്കുന്നതിനായി പുരികം വലിച്ചു പിടിക്കാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. വളഞ്ഞ നൂലിന്റെ മുകളറ്റം ആവശ്യമില്ലാത്ത മുടിയുടെ അടിയിൽ വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവ അതിനു മുകളിൽ തൂങ്ങിക്കിടക്കും. ശ്രദ്ധിക്കുക, ത്രെഡ് ചെയ്യുമ്പോൾ കത്രിക പോലുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ കയ്യിൽ പിടിക്കരുത്. ഇത് ക്ലയന്റിനെ മുറിവേൽപ്പിക്കുകയും നിങ്ങളുടെ സൽപ്പേരിനെ ബാധിക്കുകയും ചെയ്തേക്കാം. ട്വിസ്റ്റിനെ മുകളിലേക്കുള്ള ദിശയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അനാവശ്യമായ മുടി കുടുക്കി പറിച്ചെടുക്കുക. ഇടയ്ക്ക് നിർത്തി പുരികങ്ങൾ ശരിയായ ആകൃതിയിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മുകളിലെ വിരൽ വിടർത്തി വളച്ച ത്രെഡ് താഴത്തെ വിരലിനടുത്തേക്ക് നീക്കി പറിച്ചെടുത്ത ശേഷം രോമം കളയുക. ഇനി മറ്റേ പുരികത്തിലും ഇതേ പ്രക്രിയകൾ ആവർത്തിക്കുക. സ്റ്റെപ്പ് 4 ഇടം തെറ്റി വളരുന്ന രോമം നീക്കം ചെയ്യാൻ ട്വീസറുകൾ ഉപയോഗിക്കുക. ത്രെഡിങ്ങിന് ശേഷം ഏതെങ്കിലും രോമം നീക്കം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് നീക്കം ചെയ്യാൻ ട്വീസറുകൾ ഉപയോഗിക്കാം. ഒരു ജോഡി ചെരിഞ്ഞ ടിപ്പ് ട്വീസറുകൾ എടുത്ത് രോമം വളരുന്ന ദിശയിൽ തന്നെ പറിച്ചെടുക്കുക. പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല ശീലം, ട്വീസിംഗ് ചെയ്യുന്നത് അധികമായി പോകാതിരിക്കാൻ എപ്പോഴും ഓരോ രോമം വീതം പറിക്കുക. ഐബ്രോ ബ്രഷ് ഉപയോഗിച്ച് പുരികങ്ങൾ ബ്രഷ് ചെയ്യുക. ആവശ്യമെങ്കിൽ ട്വീസറുകൾ ഉപയോഗിച്ച് അവശേഷിക്കുന്ന മുടി നീക്കം ചെയ്യുക. ക്ലയന്റിന്റെ കയ്യിൽ ഒരു കണ്ണാടി നൽകിയിട്ട് അഭിപ്രായം ചോദിക്കാൻ മറക്കരുത്. സ്റ്റെപ്പ് 5 സൂത്തിങ് ലോഷൻ പുരട്ടുക. ക്ലയന്റ് പുരികം മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പക്ഷം അവിടെ സൂത്തിങ് ലോഷനോ ആസ്ട്രിജന്റോ പുരട്ടുക. നടപടിക്രമത്തിനിടയിലോ അതിനുശേഷമോ സംഭവിക്കാനിടയുള്ള കോൺട്രാ ആക്ഷൻ ഉണ്ട്. അലർജിയോ അണുബാധയോ മൂലമാണ് ഇവ ഉണ്ടാകുന്നത്. തൊലിപ്പുറത്ത് ചുവന്ന നിറം വരിക, ചൊറിച്ചിൽ ഉണ്ടാവുക, വീക്കം, ചർമ്മം തടിച്ചു പൊങ്ങുക, അല്ലെങ്കിൽ പഴുപ്പുണ്ടാവുക എന്നിങ്ങനെയെല്ലാമാണ് ഈ കോൺട്രാ ആക്ഷൻ. അത്തരം സന്ദർഭങ്ങളിൽ വീക്കം കുറയ്ക്കാനും ചർമ്മവേദന ശമിപ്പിക്കാനും വേദനയോ വീക്കമോ ഉള്ള ഭാഗത്ത് പതുക്കെ ഐസ് പ്രയോഗിക്കുക. ത്രെഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ക്ലയന്റിന് താഴെ പറയുന്ന ആഫ്റ്റർ കെയർ നിർദ്ദേശങ്ങൾ നൽകുക. സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പ്രക്രിയ ചെയ്ത സ്ഥലത്ത് ആശ്വാസം നൽകുന്ന ഉൽപ്പന്നങ്ങൾ പുരട്ടുക. അവിടെ തൊടുകയോ വലിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. കൂടാതെ പ്രക്രിയയ്ക്ക് ശേഷം കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും പുരികങ്ങളിൽ സ്ക്രബുകളോ പീലുകളോ അതുപോലെയുള്ള എക്സ്ഫോളിയേറ്റിംഗ് അഥവാ ഉരിഞ്ഞെടുക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. ഈ സെക്ഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ നോക്കാം. ത്രെഡിങ്ങും ട്വീസിങ്ങും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ക്ലയന്റിനെ ഒരുക്കണം. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും വസ്തുക്കളും എളുപ്പം എടുക്കാവുന്ന രീതിയിൽ നന്നായി അണുവിമുക്തമാക്കി സൂക്ഷിക്കുക.
രോമം നീക്കം ചെയ്യാനുള്ള സ്ഥലം ഒരുക്കുക. പ്രക്രിയയ്ക്കായി ത്രെഡ് തയ്യാറാക്കുക. അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാൻ ത്രെഡ് വളച്ചു പിടിക്കുക. ഇടം തെറ്റി വളരുന്ന രോമം നീക്കം ചെയ്യാൻ ട്വീസറുകൾ ഉപയോഗിക്കുക. സൂത്തിങ് ലോഷൻ പുരട്ടുക. ഒടുവിൽ ക്ലയന്റിന് ആഫ്റ്റർ കെയർ നിർദ്ദേശങ്ങൾ നൽകുക. അഭിനന്ദനങ്ങൾ! നിങ്ങളിപ്പോൾ ത്രെഡിങ്ങും ട്വീസിങ്ങും എന്നീ വിദ്യകൾ പഠിച്ചു. തുടർച്ചയായുള്ള പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഓരോ തവണയും മികച്ച ആകൃതിയിലുള്ള പുരികങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം.